പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അമ്മനെ അച്ഛമ്മ വീട്ടിലേക്ക് വന്നതിന് ശേഷം വേദമോളെ ഭയങ്കര അങ്ങ് ഇഷ്ടാവാണ്. അങ്ങനെ വിക്രമിനെ കൂട്ടിക്കൊണ്ട് അമ്മനെ അച്ഛമ്മ നേരെ വേദയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. വേദയുടെ അടുത്ത് നന്ദിനി നിൽക്കുന്നുണ്ടാവും. ആ സമയത്തിന് വിക്രമിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അമ്മനെ അച്ഛമ്മ വേദയോട് ചോദിക്കും, മോളെ നീ ഇവനെ എന്ത് കണ്ടാ സ്നേഹിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ എന്ത് പറയണമെന്നറിയാതെ വിക്രമിനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുമായിരിക്കും. എന്നിട്ട് വേദ പറഞ്ഞിട്ട് ഞാൻ വിക്രമിനെ ഇതിനു മുൻപ് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല, കല്യാണത്തിന് ശേഷമാണ് ഞാൻ വിക്രത്തിനെ കണ്ടത് എന്ന് പറയുന്ന സമയത്തിന് മുത്തശ്ശിയുടെ മുഖങ്ങ് മാറും. എന്നിട്ട് വേദ പറഞ്ഞിട്ട് ശ്രീരാമദേവനെ കാണാതെയല്ലേ സീതാദേവിക്ക് ഒരു ഇഷ്ടം തോന്നിയത്, ദമയന്തിയും നളനെ കണ്ടിട്ടല്ലോ അവര് പരസ്പരം പ്രണയിച്ചത് എന്നൊക്കെ പറയും വേദ. എന്നാൽ വേദയുടെ ഈ ഒരു വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രം പോലും ആകങ്ങനെ ഷോക്കായിട്ട് ആദ്യമായിട്ട് വേദയെ കാണുന്നത് പോലെ ഇങ്ങനെ നോക്കുമായിരിക്കും. എന്നാൽ വേദയുടെ ആ ഒരു മറുപടി കേൾക്കുന്ന സമയത്തിന് വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോവാട്ടോ അച്ചമ്മക്ക്. വേദയുടെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ കമലമ്മയും മാഷൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും. ഇതൊക്കെ കേൾക്കുന്ന സമയത്തിന് നന്ദിനിക്ക് വല്ലാതെ കുശുമ്പും ദേഷ്യമൊക്കെ തോന്നിപ്പോവാണ്. ആ സമയത്തിന് അച്ചമ്മ പറയുന്നുണ്ട്, അതെ പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം, കണ്ടോടാ അവൻ പറഞ്ഞത് നിന്നെ അവൾക്ക് ജീവനാണെന്ന്. നീ ഇനി ഏത് കോലത്തിലിരുന്നാലും നിന്നെ ഇവൾക്ക് ഒരുപാട് ഇഷ്ടമാണടാ. നിന്റെ ഹീറോയിസം കണ്ടിട്ടാണ് ഇവൾ നിന്നിൽ നിന്നങ്ങ് വീണത്. നീ ഒറ്റയടിക്ക് 10 പേരെ അടിക്കുന്നതെല്ലാം തന്നെ ഇവള് കണ്ടു കാണും, അതോടുകൂടി ഇവൾ അങ്ങ് ഫ്ലാറ്റായി. അല്ലെങ്കിൽ പിന്നെ ഏത് പെണ്ണാടാ നിന്നെ കണ്ടാ നോക്കുന്നത് എന്നിങ്ങനെ അച്ചമ്മ ചോദിക്കുന്ന സമയത്തിന് വിക്രം ആകെ ഇങ്ങനെ ചമ്മലോടെ നിൽക്കുന്ന സമയത്തിന് വേദ വിക്രമിനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കും. പിന്നീട് കാണിക്കുന്നത് വിനായകനെ പുറത്തേക്ക് പോവാൻ നോക്കുന്ന സമയത്തിന് അച്ചമ്മ അവിടെ വിനായകനെ പിടിച്ചു നിർത്തിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, എടാ വിനായക, നീ ഈ വീട്ടിലെ ഏറ്റവും വലിയ സൂത്രശാലനാണ്. അങ്ങനെ നന്ദിനെ ചൂണ്ടിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട്, ദേ ഇവളാണ് നിനക്കെല്ലാം മോദി തരുന്നത്. ഈ അച്ചമ്മ ഇവിടെ ഉള്ളിടത്തോളം കാലം നീ നിന്റെ അച്ഛനെ പറ്റിച്ചങ്ങ് ജീവിക്കാൻ നിന്നും നോക്കണ്ട മോനെ. നീയും ശരിയല്ല, നിന്റെ കെട്ടിയോളും ശരിയല്ല. ഇവളാണ് നിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. എപ്പോഴെങ്കിലും വീട്ടിലൊരു നക്കാപ്പിച്ച കാശും കൊടുത്തിട്ട് ബാക്കി കാശൊക്കെ നീയും ഇവളും കൂടി എന്താ ചെയ്യുന്നത് എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ തന്നെ ഇവൾ ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം വെറും നാരദ പണി മാത്രമാണ്. എന്നാൽ അച്ചമ്മയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് നന്ദിനിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് അച്ഛമ്മ ഇങ്ങനെ നോക്കി പേടിപ്പിക്കാട്ടോ നന്ദിനി. അച്ഛമ്മ ഇങ്ങനെ വിനായകനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടാ നിന്റെ അച്ഛനൊരു പാവല്ലേ, അവൻ ഈ വയസ്സാം കാലത്ത് പറമ്പിലും പാടത്തൊക്കെ പോയിട്ട് അധ്വാനിച്ച് കിട്ടുന്ന കാശ്, അത് മാത്രമല്ല അവന് കിട്ടുന്ന പെൻഷൻ കാശ്, ആ കാശ് എന്തെല്ലാം തന്നെ ഈ വീട്ടിനും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ അവൻ ചെലവാക്കുന്നത്. പിന്നെ നിങ്ങളൊക്കെ എന്താ ഈ വീടിന് വേണ്ടി ചെയ്യുന്നത്? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മുറ മുടങ്ങാതങ്ങ് നടന്നു പോവണം. ആ ഒരു ചിന്ത മാത്രല്ലേ നിങ്ങൾക്കുള്ളൂ. ഏതായാലും അവനെ പിഴിഞ്ഞിട്ടിങ്ങനെ അധിക കാലം നിങ്ങൾ അങ്ങ് ജീവിക്കണ്ട. എടാ കേട്ടല്ലോ ഞാൻ പറഞ്ഞത്, മനസ്സിലായല്ലോ. നീ ഏതായാലും ഇനി ചെലവിന് കൊടുക്കണമെന്ന് പറയട്ടോ അച്ഛമ്മ. എന്നിട്ട് പറയുന്നുണ്ട്, പക്ഷെ നിന്നെ പോലെയൊന്നുമല്ല എന്റെ വിക്രമോനെ. എന്റെ വിക്രമിന് മാത്രമേ എന്റെ മോൻ സുധാകരനോട് ഇത്തിരി സ്നേഹമുള്ളൂ. അങ്ങനെ അച്ഛമ്മ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വന്നു കൊടുത്തിട്ട് വിനായകനോട് ചോദിക്കുന്നുണ്ട്, ഇവർക്ക് ഇത് എന്തിന്റെ സൂക്കേടാ? ഈ വയസ്സാം കാലത്ത് ഇവർ നമ്മളെ ഭരിക്കാൻ വന്നിരിക്കുന്നു. ഇവരിനി എന്നാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്? ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും അവരപ്പം തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഇവരെ അറിയിക്കുന്നത് ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളുടെ അച്ഛനും അമ്മയും ആയിരിക്കും, അല്ലാതെ പിന്നെ ആരറിയിക്കാനാ? എങ്ങനെങ്കിലും ഇവരൊന്ന് പോയി കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും അകത്തേക്ക് കയറി പോവട്ടെ നന്ദിനി. നന്ദിനി അവിടെ നിന്നും അടുക്കളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് അടുക്കളയിൽ നിന്ന് വേദങ്ങനെ അച്ചമ്മക്ക് വേണ്ടിയിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ ഇതെല്ലാം തന്നെ നന്ദിനി കാണുന്നുണ്ടായിരുന്നു. വേദ അവിടെ നിന്നും മാറി നിൽക്കുന്ന തക്കം നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ഒളിച്ചു പാത്തു നിൽക്കുമായിരിക്കട്ടെ നന്ദിനി. അച്ചമ്മ ഇതേ സമയത്തിന് വേദയെ വിളിക്കുന്നുണ്ടാവും. അപ്പോഴേക്കും ദേ വരുന്നു അച്ചമ്മ എന്നൊക്കെ പറഞ്ഞ് വേദ അവിടെ നിന്നും പോകും. എന്നാൽ വേദ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം മറ്റാരും കിച്ചണിലില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വേദ ഉണ്ടാക്കി വെച്ച ആ ഒരു സാമ്പാറിൽ കുറച്ചും കൂടെ ഉപ്പങ്ങ് വാരിയിരുന്നുണ്ട് നന്ദിനി. കുറച്ചങ്ങ് ഉപ്പ് വാരിയിട്ടതിന് ശേഷം നന്ദിനി പറയുന്നത്, ഈശ്വര, അവൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സാമ്പാറോ ദോശ അങ്ങ് നശിച്ചു പോവണേ. അതൊന്നും വായിൽ വെക്കാൻ പോലും കൊള്ളത്തില്ലാത്ത അത്ര രൂപത്തിലായിരിക്കണം. ആ ഒരു സാമ്പാറോ ദോശയും കഴിക്കുന്നതോടുകൂടെ തന്നെ അച്ചമ്മക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് അതെല്ലാം അവളുടെ മുഖത്തേക്ക് അങ്ങ് വലിച്ചെറിയണമെന്നൊക്കെ ചിന്തിച്ചിങ്ങനെ കുശുമ്പോടെ നിൽക്കുമായിരിക്കട്ടോ നന്ദിനി. എന്നാൽ അച്ചമ്മ വേദയെ വിളിക്കുന്നത് കാപ്പി എടുത്ത് വിളമ്പി വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ അച്ചമ്മ വിളിച്ചതനുസരിച്ച് വേദ വന്നിട്ട് ആ ഒരു ദോശയും സാമ്പാറൊക്കെ അച്ചമ്മക്ക് വേണ്ടിയിട്ട് വിളമ്പി കൊടുക്കുന്നുണ്ട്. അച്ചമ്മ വന്നിട്ട് ദോശയും സാമ്പാറൊക്കെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് വായിലേക്ക് വെച്ചതിന് ശേഷം വേദ ഇങ്ങനെ ദേഷ്യത്തോടു കൂടെ നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടി ആരാടെ നിന്നെ ദോശയും സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് എന്ന് ചോദിക്കും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് നന്ദിനി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചിരിച്ചു നിൽക്കുമായിരിക്കട്ടോ. അച്ചമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, ആരാ നിന്നെ ഇത് പഠിപ്പിച്ചത് എന്ന് ചോദിക്കും. എന്നാൽ പെട്ടെന്ന് അച്ചമ്മയുടെ ആ ഒരു ചോദ്യം കേൾക്കുന്ന സമയത്തിന് വേദയുടെ മുഖമൊക്കെ അങ്ങ് മങ്ങുന്നുണ്ട്. വേദയാണെങ്കിൽ എങ്ങനെയെങ്കിലും അച്ചമ്മയുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അച്ചമ്മയുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള അമ്മിണീസ് കിച്ചണിൽ നോക്കിക്കൊണ്ട് തന്നെയായിരിക്കട്ടെ ആ ഒരു ദോശയും സാമ്പാറൊക്കെ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. എന്നിട്ട് ആ ഒരു കാര്യം മാത്രം അച്ചമ്മയോട് പറയാതെ വേദ പറയുന്നുണ്ട്, ഇതെല്ലാം തന്നെ എന്റെ അച്ചമ്മ എന്നെ പഠിപ്പിച്ചതാണെന്ന് പറയും. എന്താ ചോദിച്ചത് എന്നിങ്ങനെ വേദ ചോദിക്കുന്ന സമയത്തിന് മാഷും കമലമ്മയും നന്ദിനൊക്കെ അച്ഛമ്മ ഇനി എന്ത് പറയും, മറുപടി പറയുമെന്നൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാതോർത്ത് നിൽക്കുമായിരിക്കും. എന്നാൽ അച്ഛമ്മക്ക് ആ ഒരു ദോശയും സാമ്പാറും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രം ഭയങ്കര ദേഷ്യത്തോടു കൂടിയായിരിക്കട്ടോ വേദയെ ഇങ്ങനെ നോക്കുന്നത്.
എന്നാൽ ഇതേ സമയത്ത് അച്ചമ്മ വീണ്ടും അതിൽ നിന്ന് ഒരു ദോശയും സാമ്പാറും എടുത്ത് വീണ്ടും മിക്സ് ചെയ്തിട്ട് കഴിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് ഇതുപോലെ ടേസ്റ്റുള്ളൊരു സാമ്പാർ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ആ സമയത്തിന് നന്ദിനി പറഞ്ഞിട്ട് ഇപ്പൊ മനസ്സിലായില്ലേ അച്ചമ്മക്ക് ഇവള് വെക്കുന്ന ഭക്ഷണമൊന്നും ആർക്കും വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് തന്നെയല്ലേ ഇവളെ കൊണ്ട് ആരും ഇവിടെ ഒരു ജോലിയും ചെയ്യിപ്പിക്കാത്തത് എന്നൊക്കെ പറഞ്ഞു വേദ എങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കട്ടെ നന്ദിനി. എന്നാൽ ഇത് കേട്ടുകൊണ്ട് തന്നെ അച്ചമ്മ പറയുന്നുണ്ട്, നന്ദിനി നിർത്ത്, ഞാൻ മുഴുവനായിട്ടൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നീ എന്തിനാ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ വരുന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദിനി പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അച്ചമ്മ അതിനുശേഷം വേദയുടെ അടുത്തേക്ക് വന്നിട്ട് വേദയുടെ കയ്യും പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് അടിപൊളിയായിട്ടുണ്ട് മോളെ, നല്ല കൈപ്പുണ്യാണ് മോൾക്ക്. എത്ര നന്നായിട്ടാണ് മോൾ ഈ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ കയ്യിൽ ഒരു സ്വർണ്ണവള ഇട്ട് തരണമെന്നുണ്ട് അച്ചമ്മക്ക്. അത്രമാത്രം നന്നായിട്ടുണ്ട് മോളെ എന്നിങ്ങനെ അച്ചമ്മ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് വേദക്ക് ഒത്തിരിയധികം സന്തോഷമായിട്ട് വേദ ഇങ്ങനെ ചിരിക്കായിരിക്കും. കമലമ്മക്കും ഇത് കേൾക്കുമ്പോൾ ഒത്തിരിയധികം സന്തോഷമായിരിക്കും. അതിനുശേഷം അച്ചമ്മ ഇങ്ങനെ കമലമ്മയോട് പറയുന്നുണ്ട്, ഇനി മുതൽ ഇവിടെയുള്ള എല്ലാ ഭക്ഷണവും വേദമോൾ ഉണ്ടാക്കിയാൽ മതി. നീ പോലും ഇത്ര നന്നായിട്ടൊന്നും സാമ്പാർ ഉണ്ടാക്കില്ല, വേണമെങ്കിൽ നീ ഒന്ന് കഴിച്ചു നോക്ക് കമലയെന്ന് പറയാട്ടോ അച്ചമ്മ. എന്നാൽ അച്ചമ്മ തന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് കേൾക്കുന്ന സമയത്തിന് വേദക്ക് ഒത്തിരിയധികം സന്തോഷമായിട്ട് വിക്രമിനെ ഇങ്ങനെ നോക്കുന്ന സമയത്തിന് വിക്രമിനെ കാണാത്ത മട്ടിൽ തല താഴ്ത്തി നിൽക്കും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് നന്ദിനിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് നന്ദിനി ഏതായാലും നേരെ ബെഡ്റൂമിലേക്ക് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട്, എന്നാലും ഞാൻ ആ സാമ്പാറിൽ നിറച്ചങ്ങ് ഉപ്പിട്ടതായിരുന്നല്ലോ, എന്നിട്ട് പോലും ഇതെങ്ങനെ സംഭവിച്ചു, ആരായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തത് എന്നിങ്ങനെ നന്ദിനി ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ വേദ അങ്ങോട്ടേക്ക് വരുന്നത്. വേദയെ കാണുന്ന സമയത്തിന് നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വരും. എന്നിട്ട് ചോദിക്കുന്നതിന് എന്താ നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കും. വേദ പറഞ്ഞിട്ട്, ഏട്ടത്തി ആള് കൊള്ളാലോ, ഏട്ടത്തി എനിക്ക് 8 പണി തരാൻ നോക്കിയല്ലേ, പക്ഷെ എന്ത് ചെയ്യാനാ, അതങ്ങ് ചീറ്റിപ്പോയി. ഏട്ടത്തി ചെയ്യുന്നതെല്ലാം തന്നെ ഞാൻ കിച്ചണിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഏട്ടത്തി ഞാൻ ഉണ്ടാക്കി വെച്ച ആ ഒരു സാമ്പാറിലേക്ക് നിറച്ചിങ്ങനെ ഉപ്പ് കോരിയിടുന്നതെല്ലാം തന്നെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പക്ഷേ ആ സാമ്പാറല്ല ഞാൻ അച്ചമ്മക്കും മറ്റുള്ളവർക്കെല്ലാം കൊടുത്തത്. ഞാൻ ഉണ്ടാക്കി വെച്ച സാമ്പാർ ഞാൻ നേരത്തെ തന്നെ ഡൈനിങ് ടേബിൾ കൊണ്ടുപോയി വെച്ചിരുന്നു. അതുകൊണ്ട് അതങ്ങ് ചീറ്റിപ്പോയത്. ഇനി ഏതായാലും ആ ഉപ്പിട്ട സാമ്പാർ നന്ദിനി എടുത്ത് തന്നെ അങ്ങ് കഴിച്ചാൽ മതി. ഇനി ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് നേരത്തെ തന്നെ കരുതി കൂട്ടി ചെയ്യണം കേട്ടോ. ഇതേതായാലും ചീറ്റിപ്പോയി നന്ദിനി എടുത്തി, സാരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് നന്ദിനിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരും. എന്നാൽ അച്ചമ്മ ഭയങ്കര സന്തോഷത്തിൽ വിക്രമിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, മോനെ ഇവളെ പോലെ ഒരു കുട്ടിയെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണടാ. കാണാൻ നല്ല സുന്ദരി കുട്ടിയാണ്, നല്ല അടക്കും ഒതുക്കുള്ള നല്ലൊരു കുട്ടി. അതുപോലെ തന്നെ ഇവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇവൾക്കൊരു പ്രത്യേക കൈപ്പുണ്യം തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുമാത്രല്ല, നിന്നെ അവൾക്ക് വലിയ ഇഷ്ടമാണ്. അവള് പറയുന്നത് കേട്ടില്ലേ, പിന്നെ അവളെ കണ്ടാൽ തന്നെ അറിയാം നീ എന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ്. അവളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അവൾക്ക് നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള നല്ല പക്വതയുള്ള കുട്ടിയാണ്. പിന്നെ ഇതിൽ കൂടുതൽ നിനക്ക് എന്ത് വേണം? ശരിക്കും പറഞ്ഞാൽ നിനക്ക് കിട്ടിയ ലോട്ടറിയാണ് അവള് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അച്ചമ്മ. എന്നാൽ അച്ചമ്മ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ വേദയെ പറ്റിയിട്ട് നിർത്താതെ വാ തോരാതെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. വിക്രം പറയുന്നുണ്ട്, അച്ചമ്മയെ ശരിക്കും അവള് അച്ചമ്മക്ക് ശരിക്കും അങ്ങ് അറിയാഞ്ഞിട്ടാന്ന് പറയുന്ന സമയത്തായിരിക്കും ഇതും കേട്ട് വേദ അങ്ങോട്ടേക്ക് വരുന്നത്. വേദയെ കാണുന്ന സമയത്തിന് അച്ചമ്മ വിക്രത്തിന് തൊട്ടടുത്തിരുത്തുന്നുണ്ട് കേട്ടോ വേദയെ. എന്നാൽ ഇത് കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ വിക്രം അവിടെ നിന്നങ്ങ് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന സമയത്തിന് വീണ്ടും അച്ചമ്മ പിടിച്ചിട്ട് വിക്രത്തിനോട് ഇങ്ങനെ ചേർത്തിരുത്തുന്നുണ്ട് വേദയെ. അച്ചമ്മ ചോദിക്കുന്നുണ്ട്, അല്ല നീ എങ്ങോട്ടേക്കാണ് ഒഴിഞ്ഞു മാറി പോകുന്നത്? നിന്റെ സ്വന്തം ഭാര്യയല്ലേ നിന്റെ അടുത്തിരിക്കുന്നത്, അപ്പോഴേക്കും നീ എങ്ങോട്ടേക്ക് ഈ ഒഴിഞ്ഞു മാറി പോകുന്നത് എന്നൊക്കെ ചോദിക്കും. മോളെ ഞാൻ ഇവനോട് പറയായിരുന്നു ഇവൻക്ക് കിട്ടിയ ഭാഗ്യമാണ് നീയെന്ന്. അല്ല നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചിട്ടാണ് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സ്നേഹിച്ചത്? എവിടെ വെച്ചാണ് നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് കണ്ടത് എന്നൊക്കെ ചോദിക്കാട്ടെ അച്ചമ്മ. നിങ്ങൾ പറ, ഏതായാലും നിങ്ങളുടെ ലവ് സ്റ്റോറി കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് എന്നിങ്ങനെ അച്ചമ്മ നിർബന്ധിക്കുന്ന സമയത്ത് തന്നെ അച്ചമ്മയോട് ഇനി എന്ത് മറുപടി പറയണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ ടെൻഷനോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന വേദയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.